നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ പേജ് നമ്പർ 68-ലെ 16th ഇക്വേഷൻ വരെയാണ് ചെയ്തത്. ഇനി അടുത്തതാണ് 17th ഇക്വേഷൻ ഞാൻ വായിക്കാം. sin 3x = 3 sin x - 4 sin cube x. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ sin 3xൻ്റെ ഒരു ഇക്വേഷനാണ് ഇത്, 3 sin x - 4 sin cube x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം LHS എന്ന് പറയുന്നത് sin 3x ആണ്. അത് ഞാൻ എടുക്കുകയാണ്. sin 3x = ഈ sin 3xനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് sin 2x + x എന്ന് കൊടുക്കുവാണ്. ഇനി ഈ sin 2x + x എന്നുള്ളത് നമുക്ക് sin x + y എന്നുള്ള x + yയുടെ ഇക്വേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമ്മൾ പറഞ്ഞു sin x + yയുടെ ഇക്വേഷൻ sin x cos y + cos x sin y. ഇത് നമുക്കറിയാം. ഇവിടെ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 2x-ഉം വൈയുടെ സ്ഥാനത്ത് x-ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ sin 2x × cos x + cos 2x × sin x. അതായത് sin x + yയുടെ ഇക്വേഷനിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. sin x + y എന്ന് പറഞ്ഞാൽ sin x cos y + cos x sin y. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നോക്കണേ, ഇവിടെ sin 2x എന്ന് പറഞ്ഞിട്ടുണ്ട്. sin 2xൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2 sin x cos x ആണ്. അത് ടെക്സ്റ്റിൽ പേജ് നമ്പർ 67-ൽ കിടക്കുന്നുണ്ട് ലാസ്റ്റ് ഇക്വേഷനായിട്ട്. sin 2x = 2 sin x cos x എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ sin 2xനെ മാറ്റി എഴുതുകയാണ്. 2 sin x cos x. അപ്പോൾ sin 2xനെയാണ് ഞാൻ മാറ്റി എഴുതിയേക്കണേ. ഇനി ബാലൻസ് ഇവിടെ cos x കൂടി ഉണ്ട്. cos x + cos 2x × sin x. ഇനി അടുത്തത് = 2 sin x cos x × cos x എന്ന് പറയുന്നത് cos square x ആണ്. രണ്ടെണ്ണം വന്നിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ cos square x വരും. cos x × cos x എന്ന് പറയുന്നത് cos square x + cos 2x × sin x. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ്റെ ടേമിലാണ്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ട് ടേമും സൈൻ്റെ ടേമിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കോസിൻ്റെ ടേം വന്നിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും കോസിൻ്റെ ടേം വന്നേക്കുന്നതുകൊണ്ട് നമ്മളിത് മാറ്റണം. ഇത് നമ്മൾ മാറ്റാനായിട്ട് നമുക്കറിയാം cos square x-ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos square x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ sin square x + cos square x = 1 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ cos square x = 1 - sin square x എന്ന് എഴുതാം. ഇത് ഞാൻ 1 - sin squareൻ്റെ ടേമിലേക്ക് ആക്കിയതാണ്. കാരണം നമ്മൾ സൈൻ്റെ ടേമിലാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ നമ്മൾ cos square x-നെ 1 - sin square x എന്ന് എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു 2 sin x അങ്ങനെ തന്നെ എഴുതി. cos square x-നെ 1 - sin square x എന്ന് കൊടുത്തു. ഇനി cos 2x-ഉം മാറ്റണം. കാരണം കോസിൻ്റെ ടേമിൽ നമുക്ക് വരാൻ പാടില്ല. അതുപോലെ തന്നെ cos 2x-ൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos 2x = cos square x - sin square x ഉണ്ട്. അതുപോലെ തന്നെ 2 cos square x - 1. ഇങ്ങനെ 4 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സൈൻ്റെ ടേമിൽ വന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 - 2 sin square x ആണ്. cos 2x = 1 - 2 sin square x. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനാണ് എടുക്കുന്നത്. cos 2x = 1 - 2 sin square x എന്ന് എടുത്തു. അപ്പോൾ ഇതിന് ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. കാരണം ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, sin x കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 sin x × 1. അപ്പോൾ 2 sin x കിട്ടും. ഇനി ഇവിടെ മൈനസ് ആണ്. -2 sin x × sin square x -2 sin cube x എന്ന് വരും. ഇവിടെ sin square x-ഉം ഇവിടെ sin x-ഉം ആണ്. ഒരെണ്ണം ഉണ്ട്.
ഇവിടെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ ടോട്ടൽ 3 എണ്ണം വരും. ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ഇടുന്നത്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പം -2 sin ക്യൂബ് എക്സ് പ്ലസ്, ഇനി ഈ സൈനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × sin x എന്ന് പറയുന്നത് sin x. ഇനി മൈനസ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് മൈനസ് തന്നെ, -2 sin ക്യൂബ് എക്സ്. sin ക്യൂബ് എക്സ് അതായത് സ്ക്വയർ ആയിരുന്നു, ഇവിടെ 1 ആണ്, അപ്പോൾ ക്യൂബ് ആവും. 2 + 1 എന്ന് പറയുന്നത് 3 ആണ്, അതുകൊണ്ടാണ് sin ക്യൂബ് എക്സ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ -2 sin ക്യൂബ് എക്സും -2 sin ക്യൂബ് എക്സും വന്നിട്ടുണ്ട്. ഇവിടെ 2 sin x പ്ലസ് sin x ആണ്. 2 sin x-ഉം ഇവിടെ ഒരു sin x-ഉം കൂടി ആഡ് ചെയ്താൽ 3 sin x കിട്ടും, അതായത് 3 sin x. ഇനി -2 sin ക്യൂബ് എക്സും -2 sin ക്യൂബ് എക്സും, -2 എന്ന് പറയുമ്പോൾ 2 നെഗറ്റീവാണ്, ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ നോക്കണം. അപ്പം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പം നെഗറ്റീവ് സൈൻ എന്ന് പറയുമ്പോൾ -4 sin ക്യൂബ് എക്സ്. 2 sin ക്യൂബ് എക്സും വീണ്ടും ഒരു 2 sin ക്യൂബ് എക്സ് കൂടി ആഡ് ചെയ്താണ് -4 sin ക്യൂബ് എക്സ് എന്ന് കിട്ടിയത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എച്ച് ഇസ് ഈക്വൽ ടു RHS കിട്ടി. LHS ഈക്വൽ ടു നമുക്ക് RHS കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണേൽ ഒന്നുകൂടി പറഞ്ഞുതരാം. sin 3x എന്ന് പറയുന്നത് 3 sin x - 4 sin ക്യൂബ് എക്സ്, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ LHS എടുത്തു. LHS sin 3x ആണ്. sin 3x ഈക്വൽ ടു sin 3x-നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2x + x എന്നാക്കി. ഇനി ഇതിന് നമ്മൾ x + y എന്നുള്ള ഒരു ഇക്വേഷനിൽ കൊടുക്കുവാണ്. അപ്പോൾ sin x cos y + cos x sin y, അതാണ് sin x + y ഇക്വേഷൻ. അതേ രീതിയിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ sin 2x cos x + cos 2x sin x എന്ന് വരും. ഇനി sin 2x-നെ നമ്മൾ മാറ്റി sin 2x-ൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 2 sin x cos x എന്നാക്കി. വീണ്ടും ഇൻറ്റു ഒരു cos x കൂടി വന്നു, പ്ലസ് cos 2x ഇൻറ്റു sin x. ഇനി cos x ഇൻറ്റു cos x എന്ന് പറയുന്നത് cos² x ആണ്, അതാണ് അടുത്ത സെക്ഷനിൽ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് cos² x-നെ നമുക്ക് ആൻസർ വേണ്ടത് സൈൻ്റെ ടേമിലാണ്. അപ്പോൾ നമ്മൾ ഈ കോസിൻ്റെ ടേം മാറ്റണം. കോസിൻ്റെ ടേം ഞാൻ മാറ്റുമ്പോൾ cos² x-ൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 - sin² x ആണ്. അതായത് cos² x + sin² x എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് cos² x-ൻ്റെ ഇക്വേഷൻ കിട്ടും 1 - sin² x പ്ലസ് cos 2x-ൻ്റെ ഇക്വേഷൻ വീണ്ടും മാറ്റുവാണ്. cos 2x എന്ന് പറഞ്ഞാൽ 1 - 2 sin² x ആണ്. 1 - 2 sin² x ഇൻറ്റു sin x. ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 2 sin x ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 sin x മൈനസ് 2 sin x ഇൻറ്റു sin² x എന്ന് പറയുമ്പോൾ 2 sin ക്യൂബ് x വരും. ഇവിടെ 1ഉം ഇവിടെ 2ഉം ആണ് ഉള്ളത്. അപ്പോൾ 2 sin ക്യൂബ് x എന്ന് വരും. പ്ലസ് sin x ഇൻറ്റു 1 എന്ന് പറയുന്നത് sin x മൈനസ് 2 sin² x ഇൻറ്റു sin x എന്ന് പറയുമ്പോൾ sin ക്യൂബ് x. നമ്മൾ നോക്കുക, 2 sin x + sin x എന്ന് പറയുമ്പോൾ 3 sin x, 2 sin x-ഉം ഒരു sin x-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ 3 sin x മൈനസ് 2 sin ക്യൂബ് x മൈനസ് 2 sin ക്യൂബ് x. 2 നെഗറ്റീവാണ്, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ, അപ്പോൾ -4 sin ക്യൂബ് x എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, ഇനി നമ്മൾ നോക്കണ നെക്സ്റ്റ് ഇക്വേഷനാണ്. നെക്സ്റ്റ് ഇക്വേഷൻ 18th ഇക്വേഷൻ നോക്കാം. cos 3x ഈക്വൽ ടു 4 cos ക്യൂബ് x മൈനസ് 3 cos x. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. LHS എടുക്കുവാണ് ആദ്യം. cos 3x ഈക്വൽ ടു, cos 3x-നെ ഞാൻ cos 2x + x എന്ന് കൊടുക്കുകയാണ്. നമുക്കറിയാം cos x + y-യുടെ ഇക്വേഷൻ, cos x + y-യുടെ ഇക്വേഷൻ നോക്കാം. cos x + y ഈക്വൽ ടു cos x cos y മൈനസ് sin x sin y. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2x-ഉം വൈയുടെ സ്ഥാനത്ത് x-ഉം ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. cos എക്സിൻ്റെ സ്ഥാനത്ത് cos x, അതായത് cos 2x ഇൻറ്റു cos y എന്ന് പറയുമ്പോൾ cos x മൈനസ് sin 2x ഇൻറ്റു sin
എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എന്നാണ് നമുക്ക് വേണ്ടത്. RHS ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കോസ് 2x ഇങ്ങനെ കിടന്നാൽ നമുക്ക് ക്യൂബ് വരില്ല. അപ്പോൾ നമ്മൾ ഈ കോസ് 2xനെ മാറ്റുവാണ്. കോസ് 2xൻ്റെ ഇക്വേഷൻ നോക്കണം. കോസ് 2xൻ്റെ ഇക്വേഷൻ ആദ്യമേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കോസ് 2x ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, അതല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ട ഇക്വേഷൻ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. അതെടുക്കാൻ കാരണം ഇത് കോസിൻ്റെ ടേമിലാണ് നമ്മൾ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കോസ് 2x ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, ഈ ഇക്വേഷനാണ് എടുക്കുന്നത്. അപ്പോൾ കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നെടുത്തു, ഇൻറ്റു ഇനി ബാലൻസ് ഇൻറ്റു കോസ് എക്സും കൂടി ഉണ്ട്, മൈനസ് ഇനി സൈൻ 2xനെ മാറ്റി വീണ്ടും സൈൻ 2x കിടന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കോസ് എക്സ് വരില്ല. അപ്പോൾ സൈൻ 2xനെ മാറ്റി 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും, വീണ്ടും ഇൻറ്റു ഇനി ബാലൻസ് ഇവിടെ ഇൻറ്റു സൈൻ എക്സും കൂടി ഉണ്ട്, ഇത് സൈൻ എക്സ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഉള്ളിലേക്ക് അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇവിടെ 2 ഇൻറ്റു ആദ്യം ഞാൻ കോസ് എക്സ് എഴുതുവാണ്. 2 കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. ആദ്യം ഞാൻ കോസ് എക്സ് എഴുതിയെന്നുള്ളൂ. 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ്. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഈ സൈൻ സ്ക്വയർ എക്സ് നമുക്ക് മാറ്റണം. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയറിൻ്റെ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഞാൻ സൈൻ സ്ക്വയർ എക്സ് എന്ന് മാറ്റുവാണ്. സൈൻ സ്ക്വയർ എക്സ് മാറ്റിയത് നമുക്ക് റൈറ്റ് സൈഡിൽ എല്ലാം കോസിൻ്റെ ടേം വരാനാണ് സൈൻ സ്ക്വയർ എക്സ് മാറ്റിയത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 2 കോസ് എക്സ്. ഇനി സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ മാറ്റി 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാക്കി, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുമ്പോൾ 2 കോസ് ക്യൂബ് എക്സ് വരും. ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ് 1 ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ്. ഇനി ഉള്ളിലേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 2 കോസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ്. ഇവിടെ സ്ക്വയർ ആയിരുന്നു, ഇവിടെ റേസ്റ്റ് 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് പവർ റേസ്റ്റ് 3 വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നോക്കാം ഒരേ ടേമിലുള്ളത് ആഡ് ചെയ്യാം. 2 കോസ് ക്യൂബ് എക്സ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ്, 2 കോസ് ക്യൂബ് എക്സും വീണ്ടും ഒരു 2 കോസ് ക്യൂബ് എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 4. അപ്പോൾ 4 കോസ് ക്യൂബ് എക്സ്. ഇനി മൈനസ് കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ്, 2 നെഗറ്റീവ് സൈനാണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇവിടെ ഒരു കോസ് എക്സ് ഇവിടെ 2 എണ്ണമാണ്. അപ്പോൾ 3 കിട്ടും. മൈനസ് സൈൻ കൊടുക്കും, മൈനസ് 3 കോസ് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു RHS കിട്ടി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്ത് കോസ് 3xനെ മാറ്റി കോസ് 2x പ്ലസ് എക്സ് എന്ന് എഴുതി. ഇനി കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 2xഉം y എന്ന് പറയുന്നത് എക്സും ആണ്. അപ്പോൾ നമ്മൾ കോസ് എക്സിൻ്റെ സ്ഥാനത്ത് കോസ് 2x, കോസ് വൈയുടെ സ്ഥാനത്ത് കോസ് എക്സ് മൈനസ് സൈൻ 2x സൈൻ എക്സ്. ഇനി കോസ് 2xനെ നമ്മൾ മാറ്റി 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എടുത്തു, ഇൻറ്റു ബാലൻസ് കോസ് എക്സ് മൈനസ് സൈൻ 2xനെ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതി, ഇൻറ്റു സൈൻ എക്സ്. ഇനി അടുത്ത ടേമിൽ വന്നപ്പോൾ നമ്മൾ ഈ സൈൻ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. 2 ഇൻറ്റു കോസ് എക്സ്, അത് രണ്ടും അടുത്ത് എഴുതിയിരിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ.
ഇനി സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാം കോസിൻ്റെ ടേമിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ് എന്ന് കിട്ടും. ഇനി 2 കോസ് ക്യൂബ് എക്സ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് എന്ന് പറയുന്നത് -3 കോസ് എക്സ്. ഓക്കെ, താങ്ക് യു.